പാറു, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഗന്ധർവനെ കുറിച്ചല്ലേ? എനിക്ക് അതിനെ കുറിച്ച് പറയാനും കേൾക്കാനും താല്പര്യമില്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? ഗന്ധർവനെ കുറിച്ച് പറയുന്നില്ല. രാമനെ കുറിച്ച് പറയാലോ, ശ്രീരാമനെ കുറിച്ച്. കേൾക്കാൻ താല്പര്യം ഉണ്ടാവോ? ഞാൻ തമാശ പറഞ്ഞതല്ല, ദേഷ്യം കൊണ്ട് പറഞ്ഞതുമല്ല. നീ അകപ്പെട്ടിരിക്കുന്ന ചതി നിനക്ക് മനസ്സിലാവണമെങ്കിൽ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കഥ ഉദാഹരണമായിട്ട് പറയണം. നീ അത് കേൾക്കാൻ തയ്യാറാവുകയും വേണം. സ്വർണ്ണ മാനിനെ കണ്ട് അത് ഒറിജിനൽ മാനാണെന്ന് കരുതി ലക്ഷ്മണരേഖയിൽ നിന്ന് പുറത്തു കടന്നതുകൊണ്ട് സീത രാവണന്റെ പിടിയിലായത്. അതുപോലെ വൃത്തികെട്ട മനസ്സുള്ള ആരോ ഒരാൾ നിന്നെ നോട്ടം വെച്ചിട്ടുണ്ട്. സ്വർണമാനായി മാരീചൻ വേഷം കെട്ടി വന്നതുപോലെ ഗന്ധർവനായി വേഷം കെട്ടി വന്നത് അയാളാ. വിശ്വസിക്ക് പാറു, നീ അപകടത്തില്. ഗന്ധർവൻ വൃത്തികെട്ടവനാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിന്നെ സ്നേഹിക്കുന്ന ഒരു ഗന്ധർവനുണ്ട്, നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ഗന്ധർവനും ഉണ്ട്. നിന്നോട് വെള്ള ഹാഫ് സാരി ഉടുത്ത് വരാൻ പറഞ്ഞത് നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഗന്ധർവനാ. നിന്നെ സ്നേഹിക്കുന്ന ഗന്ധർവൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയേയില്ല. നിന്റെ ഈ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായിട്ടില്ല എന്ന്. പക്ഷെ പാറു, നിനക്ക് ഗന്ധർവനോടുള്ള സ്നേഹം ആരോ മുതലെടുക്കുന്നുണ്ട്. ഇത് നീ വിശ്വസിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നീ വലിയ അപകടത്തിൽ ചെന്ന് വീഴും. പാറു, മുന്നിന്ന് മാറ്, എനിക്ക് പോണം. നിനക്ക് ഞാനിത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരിക? മുന്നിന്ന് മാറാനല്ലേ പറഞ്ഞത്? പാറു, നീ ആരോടെയോ ചോദിക്കുന്നേ? ആരോടെ ഒച്ച വെക്കുന്നല്ലേ ജയന്തേച്ചി ചോദിച്ചത്? ആരോടെ ഞാൻ ഒച്ച വെക്കുന്നതെന്ന് ജയന്തേച്ചി കണ്ടില്ലേ? എന്തിനാ ഒച്ച വെക്കുന്നതെന്ന് ചോദിക്കേ, അപ്പൊ ഞാൻ മറുപടി പറയാം. ശരി, പറ. പ്രിയനോട് നീ എന്തിനാ ചോദിക്കുന്നത്? ഗന്ധർവൻ എന്നെ ചതിച്ചുകൊണ്ടിരിക്കത്രേ. ഗന്ധർവൻ എന്നെ ചതിക്കുന്നു ജയന്തി ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഗന്ധർവൻ നിന്നെ ചതിക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഗന്ധർവനാണെന്നും പറഞ്ഞ് ആരോ ഒരാൾ നിന്നെ ചതിക്കാണെന്നാ പറഞ്ഞത്. ഗന്ധർവനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പറ, ഗന്ധർവനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ ജയന്തി ചേച്ചി, സൗന്ദര്യ, ഗന്ധർവനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? എന്റെ വീട്ടിൽ ഞാൻ എന്റെ കൂട്ടുകാരിയെ പോലെ കാണുന്ന ഒരു സൈക്കിൾ ഉണ്ടെന്ന് ഞാൻ ഗന്ധർവനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഗന്ധർവനത് അറിഞ്ഞു. എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്റെ നാട്ടിൽ പോയി ആ സൈക്കിൾ എടുത്തു കൊണ്ടുവന്ന് എനിക്ക് തന്നു. എന്റെ ശമ്പളക്കാശ് നഷ്ടപ്പെട്ടത് ഞാൻ ഗന്ധർവനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഗന്ധർവനത് അറിഞ്ഞു. എങ്ങനെയെന്ന് ചോദിച്ചാ ഇപ്പോഴും എനിക്കറിയില്ല. നഷ്ടപ്പെട്ട ശമ്പളക്കാശ് എനിക്ക് വീണ്ടെടുത്ത് തന്നു. അത്രയും തുകയല്ല, കരുനാഗം എന്റെ മുഖത്തെറിഞ്ഞു തന്ന അതേ പണം, അതേ കവറടക്കം. ജെന്നിഫറിന്റെ പിറന്നാളിന് അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും കാണാൻ കഴിയാത്ത എന്റെ സങ്കടം അത് ഗന്ധർവനോട് പറഞ്ഞ അയാൾ അതിന് എന്തെങ്കിലും വഴി കാണുന്ന ഞാൻ വെറുതെ പറഞ്ഞതാ. പക്ഷെ അത് കേട്ടു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം നടന്നതെല്ലാം നിങ്ങൾക്കറിയില്ലേ? ജെന്നിഫറിന്റെ പിറന്നാള് ഭംഗിയായിട്ട് ആഘോഷിച്ചു. അവളുടെ അച്ഛനെയും അമ്മയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട്. എന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അയാൾക്കറിയാം. നാട്ടിൽ എനിക്കൊരു സൈക്കിൾ ഉണ്ടെന്ന് അറിയാം. എന്റെ ശമ്പളക്കാശ് പോയ വഴി അയാൾക്കറിയാം. ഞാൻ ചിന്തിക്കുന്ന പോലെ അയാൾക്കറിയാം. പക്ഷേ ഗന്ധർവൻ എന്ന പേരില് മറ്റൊരാളെ ചതിക്കുന്നുണ്ടെന്ന് മാത്രം അയാൾക്ക് അറിയില്ല. അത് ഇയാൾക്ക് മാത്രമേ അറിയൂ.
ജയന്തി ചേച്ചി പറ, ഇയാള് പറയുന്നതിനെല്ലാം ഞാൻ ചെവി കൊടുക്കണോ? എന്നെ തടഞ്ഞു നിർത്തി ഇതുപോലുള്ള ഓരോന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇയാളോട് ഒച്ച വെച്ചത്, അല്ലാതെ ഇയാളോട് ബഹുമാനം ഇല്ലാത്തോണ്ടല്ല. പ്രിയ, പാറു പറയുന്നതിലും കാര്യമുണ്ട്. ഗന്ധർവനെന്നും പറഞ്ഞ് വേറൊരാൾ ഇവളെ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ഗന്ധർവൻ അറിയില്ലേ? എടാ മോഹനൻ, ഞാൻ അയാൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് മുന്നറിയിപ്പ് നൽകില്ലേ? ഇവൾ അയാളുടെ ചതിയിൽ പെടാതിരിക്കാനുള്ള മുൻകരുതൽ അയാൾ എടുക്കില്ലേ? അയാൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യം നീ എങ്ങനെ അറിഞ്ഞു? പാറു, നിന്നോട് അങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം പ്രിയനില്ല. അത് നീ മനസ്സിലാക്കണം. പ്രിയൻ നിന്നോട് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ജയന്തി ചേച്ചി എപ്പോഴും ഇയാളുടെ കൂടെ നിൽക്കൂ. ജയന്തി ചേച്ചിക്ക് ഇയാള് പറയുന്നത് മാത്രമാണ് ശരി. മറ്റുള്ളവരെല്ലാം ഒന്നിനും കൊള്ളാത്ത മണ്ടികള്. പാറു, നിങ്ങളോട് ആരോടും എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല. എന്നെ ഗുണദോഷിക്കാൻ ആരും വരും വേണ്ട.